നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരാള് 1000 നല്ല കാര്യം ചെയ്താലും എന്തെങ്കിലും 2 തെറ്റ് ചെയ്താൽ, ഇനി തെറ്റ് ചെയ്തില്ലെങ്കിൽ കൂടി തെറ്റ് ചെയ്തൂന്ന് അവർക്ക് തോന്നിയാലും മതി. അതവർ ബാക്കി അങ്ങ് ഊഹിച്ചെടുത്തോളും ഇന്നത് പോലെ. അങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇത് മാത്രം പൊക്കി പറയാനായിട്ട് കുറച്ച് ആളുകളുടെ ടീമുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഒന്നും ഇവർ കാണില്ല. നെഗറ്റീവ് മാത്രം കണ്ണിക്കരട് പോലെ വീഴുന്ന കുറച്ച് മനുഷ്യവിഷങ്ങൾ നമ്മുടെ സമൂഹത്തിലും ഉണ്ട്. അപ്പോൾ ഈ വാവാസുരേഷേട്ടൻ ഈ പാമ്പിനെ എന്താണ് ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇതിനെ എന്താ പറയുക, ഇതിനെ നശിപ്പിക്കാതെ കൊണ്ടുപോയി തുറന്നു വിടുന്നതാണ് ഈ ആൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ട് ഇവർ കാണുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു വെടിക്കെട്ടപകടം നടന്നു. പലതരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട്. വെടിക്കെട്ടപകടം ഇത് ഒരു സംഭവമൊന്നുമല്ല, പല സ്ഥലങ്ങളിൽ പല പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. അത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും ഉടലെടുത്ത ഒരു സംഭവം. ഒരൊറ്റ അപകടത്തിൽ എത്ര ജീവനുകളാണ് എടുക്കുന്നത്. എന്നിട്ട് അത് നിർത്തലാക്കാൻ എന്തെങ്കിലും ഒരു ഇത് വന്നോ? ഇത് പ്രകൃതിയിലുള്ളൊരു ജീവിയാണെന്ന് ഓർക്കണം. പ്രകൃതി ആരാണ് ഇത്ര ഗതിയായത്? അവരുടെ വാസസ്ഥലം വെട്ടിത്തെളിച്ച് നമ്മളാണ് കയ്യേറിയിരിക്കുന്നത്. ഉള്ള സ്ഥലം പോരല്ലോ. വലിയ ഇതെന്താ പറയുക, വലിയ ആർഭാടങ്ങൾക്ക് വേണ്ടി അവരുടെ വാസസ്ഥലം വെട്ടിത്തെളിച്ച് നമ്മളാണ് കയ്യേറിയത്. കാട് അതവിടെ ഇരിക്കട്ടെ. എന്തായാലും പുരോഗതി നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. എന്നാലും ഒരു പരിധി വരെ അതെല്ലാത്തിനും ഒരു സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പം തന്നെ മരങ്ങളൊക്കെ വെട്ടി നിരത്തി. മഴ എന്തുകൊണ്ട് ചൂട് കൂടുന്നത്? പണ്ടത്തെക്കാൾ ധാരാളം മരങ്ങളില്ല. മരങ്ങളൊക്കെ വെട്ടി നിരത്തിയത് കൊണ്ടാണ്. എത്രയോ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രകൃതിയുടെ ഭംഗി കവിതകളാക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ വീട്ടിൽ കണ്ട കാഴ്ച ഞാൻ പറയാം. ആളെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, പുരോഗതി കുറച്ച് ഇതായി വന്നപ്പോഴത്തേക്കും ഭംഗി പോരാന്ന് തോന്നി. മുറ്റത്ത് നിന്ന മാവിന് ഭംഗി കുറവാണെന്ന് തോന്നി. തൻ്റെ ഇത്രയും വലിയ കൊട്ടാരം പോലെയുള്ള വീടിൻ്റെ മുന്നിൽ ഇതുപോലൊരു മുത്തശ്ശിപ്ലാവ് നിൽക്കുന്നത്, മുത്തശ്ശി മാവ് നിൽക്കുന്നത്, മാവാണെങ്കിലും പ്ലാവാണെങ്കിലും എല്ലാം എന്തായാലും പോയി. അതിനെ അങ്ങ് വെട്ടി. അത് നല്ല കുളത്തിൻ്റെ കരയിൽ നല്ല ഭംഗിയായിട്ട് നിന്നൊരു മാവാണ്. അത് വെട്ടി. എന്നിട്ട് എന്താ ചെയ്തതെന്നുള്ളതാണ് രസം. നമ്മുടെ സിമൻറ്റ് കുഴച്ച് ആ മാവിൻ്റെ ഷേപ്പിൽ ഒരു മാവ് വെട്ടിയിട്ട് 2-3 മാവിൻ്റെ ഷേപ്പിലുള്ള സിമൻറ്റ് കൊണ്ടുള്ള മരം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് 2 മാങ്ങയും തൂക്കിയിട്ട് ആ കുളത്തിൻ്റെ ചുറ്റും സെറ്റ് ചെയ്ത് കുളം സംരക്ഷിച്ച്. പക്ഷെ അതിൻ്റെ അകത്ത് വെള്ളം വന്ന് വീഴാനുള്ള സാധനത്തിനെ വെട്ട് നിരത്തി. എങ്ങനെയുണ്ട്? ഇതാണ് മനുഷ്യൻ്റെ ബുദ്ധി. ഇനി മനുഷ്യബുദ്ധി തന്നെ മനുഷ്യനെ നശിപ്പിക്കും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പം ചെന്ന് നോക്കിയാൽ എല്ലാം തലപോയി നിൽക്കും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ തെങ്ങ്, ഓലമടലൊക്കെ താഴെ വീണ് കിടക്കും. ഓലമടൽ, തേങ്ങ, അങ്ങനെ ഇഷ്ടംപോലെയൊക്കെ ആ ഓരോ പറമ്പിൽ നമ്മൾ വഴി നീളെ കാണാം. പറമ്പുകളിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം അതവിടെ നിൽപ്പുണ്ട്. തെങ്ങ് കുറച്ചൊക്കെ ചിലതൊക്കെ അവിടെ നിൽപ്പുണ്ട് പകുതി. പക്ഷെ ഒന്നിനും തലയില്ല. എല്ലാം പോയി. ഒന്നും അതിനെ സംരക്ഷിക്കാതെ, അതിന് വളം കൊടുക്കാതെയും അതിനൊക്കെ ഓരോരോ അസുഖങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അതൊക്കെ നശിച്ചു പോവുകയാണ്. അപ്പോൾ കുറേയൊക്കെ മനുഷ്യൻ വെട്ടിക്കളയും. ഇങ്ങനെ ബാക്കിയുള്ളത് എന്താണ്? കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരും. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ കൂടി. പണ്ട് പ്ലാസ്റ്റിക് കൂടിയില്ലേ? അത് കൂടിയതിലും കേരളത്തിലൊക്കെ കുറേയൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നുണ്ട്. കത്തിച്ച് കളയരുതെന്നുള്ളൊരിതുണ്ട്. പക്ഷേ അത് കേരളത്തിലും ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രം വന്നതുകൊണ്ട് കാര്യമില്ല. അത് മൊത്തത്തിൽ വന്നിട്ട് ഭൂമിക്ക് വല്ല പ്രയോജനമുള്ളൂ, പ്രകൃതിക്ക് വല്ല പ്രയോജനമുള്ളൂ. അല്ലാതെ 1-2 സ്ഥലത്ത് വന്നതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഇതുവരെ പെറുക്കാൻ ഒരാൾ വന്ന് ഞാൻ കണ്ടിട്ടില്ല. പ്ലാസ്റ്റിക് മറ്റേ കടലാസൊക്കെ വന്ന് കൊണ്ടുപോകും. പക്ഷേ പ്ലാസ്റ്റിക്കിന് അങ്ങനെ വരാറില്ല. അത് വന്നാലല്ലേ നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റൂ. അല്ലാതെ ഇവിടെ കൊണ്ട് കൊടുക്കാനാണ്? അതാണ്. അല്ലാതെ ഒരു സ്ഥലത്ത് പുകയ്ക്കാതിരുന്നുകൊണ്ട് ഭൂമി നശിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വാവാ സുരേഷ് ഏട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ മാത്രമേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇഷ്ടപ്പെടാത്തവർ ഈ ഭാഗത്തേക്കേ നോക്കേണ്ട ആവശ്യമില്ല. ഈ പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തു, അതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ, ആ ചേട്ടന് ഒരു എന്താ പറയുക, യൂട്യൂബ് ചാനലുണ്ട്, വാവാ സുരേഷ് ഒഫീഷ്യൽ. ഇനി വേറെ ചാനലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും ആ ചാനൽ ആക്റ്റീവ് അല്ല. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് മോണിറ്റൈസേഷൻ കിട്ടാത്തതാണോ എന്നറിയില്ല. എന്താണെങ്കിലും അതിൽ നല്ല വീഡിയോസ് തന്നെ ആക്റ്റീവ് അല്ല. പക്ഷെ അതെങ്കിലും ആക്റ്റീവാക്കി ഒന്ന് മോണിറ്റൈസേഷൻ ആക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുന്നവർ തന്നെ മതിയല്ലോ. കോടിക്കണക്കിന് ആളുകളാണ് ആ ചേട്ടൻ്റെ വീഡിയോ കാണുന്നത്.
സുരേഷ് ചേട്ടൻ്റെ വീഡിയോ ഒരു അരമണിക്കൂറുള്ള വീഡിയോ ഇട്ടിട്ട് എത്ര ചാനലുകളാണ് എത്ര പൈസ ഉണ്ടാക്കുന്നത്, എന്ത് നല്ല വ്യൂ ആണ്, നല്ല ഹൈപ്പിലാണ് പോകുന്നത് വീഡിയോസ്. അപ്പോൾ ഈ ചേട്ടൻ്റെ ഈ ഒഫീഷ്യൽ ചാനൽ എന്തുകൊണ്ട് ആക്റ്റീവായിട്ട് തുടരാത്ത? അത് എങ്ങനെയെങ്കിലും അതൊന്ന് ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. മാസം ആ ചേട്ടന് സുഖമായിട്ട് കടം വീട്ടാനും എല്ലാത്തിനുള്ള പണം ഇതിൽ നിന്ന് തന്നെ കിട്ടും. അതെങ്കിലും ചെയ്യണം. നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യും, ഒരുപാട് എല്ലാവരും സഹായിക്കും. മനസ്സിലായില്ലേ? നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. അത് മതിയല്ലോ. അതിനിടയ്ക്ക് ഇരുന്ന് കുറച്ച് ആയിരക്കണക്കിന് പേര് അവിടെ ഇരുന്ന് പറഞ്ഞോട്ട്, അത് കുഴപ്പമില്ല. നമ്മൾ ഈ സപ്പോർട്ടേഴ്സ് ആ ചാനലിനെ വിജയിപ്പിക്കാൻ പറ്റും. പക്ഷെ അതൊന്ന് തുടങ്ങണം, ആൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. ഞാൻ അതിൻ്റെ അകത്തൊരു മെസ്സേജ് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് എത്രത്തോളം കാണുമോയെന്നറിയില്ലല്ലോ. അത് കാണുമോയെന്നറിയില്ല. ആക്റ്റീവ് അല്ലെങ്കിലോ ചിലപ്പോൾ ചാനൽ. അതുകൊണ്ടാണ്. എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഒന്നും ഒരുപാടൊന്നും അങ്ങനെ വൈറലും ആവത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ 2 വാക്കിലങ്ങ് ഒതുങ്ങി പോകും. പക്ഷേ ഇത് നല്ല ഇതല്ലേ. അങ്ങനെയെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുപോയാലും കമൻറ്റ് ഇട്ടിട്ടാണെങ്കിലും ആളെ അത് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കണം, ആ ചേട്ടനെ. അങ്ങനെയെങ്കിലും നമുക്ക് വരുമാനം കണ്ടെത്തി കൊടുക്കാൻ ഒരു സന്തോഷം. കാരണം ആൾ വിജയിച്ച് കാണണം എന്ന് നമുക്കൊരു ഉള്ളിൽ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ എല്ലാവരും തള്ളുമ്പോഴും ജനങ്ങൾ കൈപിടിച്ച് ഉയർത്തും. മനസ്സിലായില്ലേ? തള്ളിക്കോട്ടെ, എല്ലാവരും തള്ളിക്കോട്ടെ. ഒരു ജോലി പോലും ഇതുവരെ ആ ചേട്ടന് സെറ്റായിട്ടില്ല. കൊടുക്കാവുന്നതാണ്. ടേംസ് ആൻഡ് പോളിസീസൊക്കെ മാറ്റി വെച്ചിട്ട് ജോലി കൊടുക്കാവുന്നതേ ഉള്ളൂ. എത്രയോ പേർക്ക് അത് കൂടുതൽ പറയണില്ല. അത് നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും അപ്പം നിയമപരമായിട്ട് വേണ്ട, നമ്മൾ ജനങ്ങൾ തന്നെ അതിനെ കൈപിടിച്ച് ഉയർത്താമല്ലോ. അപ്പോൾ ആ ചേട്ടൻ്റെ ചാനൽ ആക്റ്റീവ് ആക്കാനുള്ള ഒരു ആക്റ്റീവ് ആക്കണം എന്നുള്ളൊരു അപേക്ഷയേ ഉള്ളൂ. താങ്ക് യു.